കിരൺ ഈ വീട്ടിലാണെന്ന സത്യം ഒരു ദിവസം എല്ലാരും തിരിച്ചറിയും. അത് തിരിച്ചറിയുമ്പോ എല്ലാരും കിരണിനെ സ്നേഹിക്കും, എനിക്ക് ഉറപ്പാ. സത്യമാണോ ദുർഗെ? അച്ഛന്റെയും കൂടപ്പിറപ്പുകളുടെയും സ്നേഹം എനിക്കും കിട്ടുമോ? തീർച്ചയായും കിട്ടും. കിരൺ ഒരുപാട് നല്ല ആളാ. അങ്ങനെയുള്ളവരെ ഈശ്വരനെ ഒരുപാട് വേദനിപ്പിക്കില്ല. ഇതിനെല്ലാവരും ഉത്തരം പറയേണ്ടി വരും, നോക്കിക്കോ. എന്തൊക്കെയാ പറയുന്നത്? പോലീസുകാർക്ക് എന്തിനാ നിന്നെ സംശയം തോന്നേ? അവരെന്തിനാ നിന്നെ തല്ലുന്നേ? എനിക്കറിയില്ല. ചാനലിനോടും ചേച്ചിയോടും ഉള്ള ദേഷ്യവും വൈരാഗ്യവും അവരെന്നോട് തീർത്തുന്നാ തോന്നുന്നത്. എന്തൊക്കെയാണോ നടക്കുന്നത്? ചെറിയമ്മ വിഷമിക്കാതെ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം പൃഥ്വിയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി അവന് കുടിക്കാൻ എന്തേലും കൊടുക്ക്. വാ മോനെ. വാ നടക്ക്. തട്ടരുത്. നിങ്ങളൊന്ന് എന്നെ നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ല, നിങ്ങൾ ഇവിടെ എവിടെയില്ലായിരുന്നു. ഞാനും നിങ്ങളുടെ റൂമിൽ വന്ന് നോക്കിയതാ. ഇവിടെ പുറത്ത് നിങ്ങളില്ലായിരുന്നു. അത് ഞങ്ങള് വേണ്ട, എനിക്ക് നിങ്ങളുടെ മറുപടി ഒന്നും കേൾക്കണ്ട. നിങ്ങൾ എവിടെ പോയെന്നോ എന്ത് ചെയ്തെന്നോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് തെളിയിച്ചില്ലെങ്കിൽ 2 പേരും പുറത്തു പോകേണ്ടി വരും. 2 പേരും അത് മറക്കണ്ട. അയ്യോ, നല്ല വേദന ഉണ്ടോ മോനെ? ഉണ്ടച്ചാ. എന്റെ മോനെ ഉപദ്രവിച്ച ദുഷ്ടന്മാരെ ഇടിവെട്ടി ചാവുകയുള്ളൂ. എന്നാൽ ഒരാൾ ഇങ്ങനെയൊക്കെ പിടിച്ച് വെറുതെ ഉപദ്രവിക്കാവോ? അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കണോ അച്ഛാ? കേസ് കൊടുത്താലും അവര് തന്നെയല്ല മോളെ അന്വേഷിക്കേണ്ടത്. മോളെ, കുറച്ച് വെള്ളം ചൂടാക്കി അവന്റെ ദേഹത്തൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്താ കിരൺ? ഒന്നുമില്ലടോ. എന്താ ദുർഗ അങ്ങനെ ചോദിച്ചത്? കിരണിന് എന്തോ സങ്കടമുണ്ടെന്ന് ഈ കണ്ണുകളിൽ അറിയാം. എന്നോട് ഒളിക്കണ്ട. എന്താ കാര്യമെന്ന് പറ. എന്തായാലും പറ കിരൺ. സത്യത്തില് പൃഥ്വി ഒരു ഭാഗ്യവാനാ ദുർഗെ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അത് ദുർഗെ, പൃഥ്വിക്കൊരു ചെറിയ വേദന ഉണ്ടായപ്പോ തന്നെ ചുറ്റുമുള്ളവർ എത്രമാത്രം വിഷമിച്ചു എന്ന് കണ്ടില്ലേ?
പൃഥ്വിയെ നോക്കാൻ എല്ലാവരും മത്സരിക്കായിരുന്നില്ലേ? എന്താ പൃഥ്വിക്ക് വേണ്ടതെന്ന് നോക്കി നോക്കി ചെയ്തു കൊടുക്കുക അവിടെ എല്ലാവരും. എന്താ കിരൺ ഇത്? ഇതിനൊക്കെ എന്തിനാ വിഷമിക്കുന്നേ? ഇന്നുള്ള ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത ഭാഗ്യങ്ങളാണ് ദുർഗ ഇതൊക്കെ. ഇനി ഒരിക്കലും കിട്ടുകയില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? കിരൺ ഈ വീട്ടിലാണെന്ന സത്യം ഒരു ദിവസം എല്ലാരും തിരിച്ചറിയും. അത് തിരിച്ചറിയുമ്പോ എല്ലാരും കിരണിനെ സ്നേഹിക്കും, എനിക്ക് ഉറപ്പാ. സത്യമാണ് ദുർഗെ. അച്ഛന്റെയും കൂടപ്പുറപ്പുകളുടെയും സ്നേഹം എനിക്കും കിട്ടുമോ? തീർച്ചയായും കിട്ടും. കിരൺ ഒരുപാട് നല്ല ആളാ. അങ്ങനെയുള്ളവരെ ഈശ്വരനെ ഒരുപാട് വേദനിപ്പിക്കില്ല. കിരണിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന ഒരു സമയം ഉടനെ ഉണ്ടാവും. ദുർഗയുടെ നാവ് ഭരിക്കട്ടെ. ഇപ്പൊ ഞാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആരും ചായ കുടിച്ചു കാണില്ലല്ലോ. എനിക്കൊരു ഗ്രീൻ ടീ മതി. ഉം. ഇതാ ചായ. ഇവൾക്കിതെന്ത് പറ്റി? ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചേച്ചി ഉണ്ടാക്കണ്ടേ? അഷിക്ക് എന്താ ഇഷ്ടം വെച്ചാ അതുണ്ടാക്കിക്കോ. ശരി. ഇത് എന്റെ ഭാര്യ അശത തന്നെയല്ലേ? ആളൊന്നും മാറിയിട്ടില്ലല്ലോ. ചേച്ചി, അടുത്ത ആഴ്ച എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടേ. അവളത് വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്നേ. അപ്പോ ഞാൻ കൂടെ പൊക്കോട്ടെ? അതിനെന്താ അഷി? ഇതിനൊക്കെ എന്തിനാ എന്നോട് പെർമിഷൻ ചോദിക്കുന്നേ? അതിനെന്താ ചേച്ചി, മുതിർന്നവരോട് ചോദിച്ച ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൽ എന്താ തെറ്റ്?